ഇന്ന് ഞങ്ങൾ വെറുതെ പുറത്തിറങ്ങിയത്, ഒരു പ്ലാനിങ് ഇല്ലാതെ ഇറങ്ങിയതാ. ഇപ്പൊ അരീക്കോടാണുള്ളത്. ഫുഡൊക്കെ കഴിച്ചു. വെജ് ഫുഡ് കഴിച്ചു. കുറെ ഉണ്ട് ഇവിടെ, വെറൈറ്റി ഫുഡ്സ് ഒക്കെ ഉണ്ട്. വെജ് മന, അതേപോലെ തന്നെ ചോക്കോ ഐസ്ക്രീമിൻ്റെത്, പിന്നെ ഫ്ലേവേഴ്സ്, പിന്നെ അതേപോലെ തന്നെ സ്നാക്സ് ക്ലബ്ബ്, അങ്ങനെ ഓരോ വെറൈറ്റി ഫുഡ്സ് ഇവിടെ വന്നാൽ കഴിക്കാൻ പറ്റും. എവിടെ സ്ഥലം എന്ന് പറയുന്നത് ഇത് അരീക്കോടുന്ന് നമ്മളെ മഞ്ചേരി റൂട്ടിനെ കൊണ്ട് ജസ്റ്റ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഇവിടുത്തെ ഒരു വ്യൂ കാണിച്ചു തരാം. നമുക്ക് എന്റർടൈൻ ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. പിന്നെ അവിടുത്തെ പാട്ട് കേൾക്കുന്നുണ്ട്. പാട്ടിന് ചിലപ്പം കോപ്പിറൈറ്റ് അടിക്കാൻ മതി. മോനും മോളും അവിടെ കളിക്കുന്ന അതേപോലത്തെ കുറെ കസേരകളുണ്ട്. അവിടെ മറ്റേ ഇതൊക്കെ ഉണ്ട്. ഒരു കുതിര ഉണ്ട്. ഇവിടെയൊക്കെ ആണെങ്കിൽ ഫ്ലേവേഴ്സ്, ഇവിടെ പാസ്ത, ചിക്കൻ റാപ്പ്, അങ്ങനെ സാധനങ്ങളൊക്കെ. പിന്നെ അപ്പുറം കോഴിക്കോടൻ തക്കാരെന്ന് പറഞ്ഞൊരു കട ഉണ്ട്. പിന്നെ ഫാൽക്കൺ ഫ്രൈഡ് ചിക്കൻ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വെജ് മരയുണ്ട്. ടേസ്റ്റ് ഓഫ് ഉടുപ്പി എന്നാണ് പറയുന്നത്. ഉടുപ്പീൻ്റെ ടേസ്റ്റ് ആയിരിക്കും. ഫുള്ള് വെജാണ് ഇവിടെ വേറെ പല ദോശ ഐറ്റംസ് ഉണ്ട്. അങ്ങനെ വട, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇതിൽ നിന്നൊരു ഐസ്ക്രീം വാങ്ങിച്ചു. ഇതിൽ മാംഗോ ഐസ്ക്രീം, പിന്നെ മോള് വാങ്ങിച്ച ചോക്ലേറ്റ് ആണ്. ആദ്യം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഇളനീയും വാങ്ങിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിച്ചു കഴിഞ്ഞു. ഇവിടെ കുട്ടികൾക്ക് ജമ്പർ ഉണ്ട് കേട്ടോ. മോൻ ഇതിൽ കയറിയായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും കൂടി കയറിയപ്പോൾ മോന് പേടിയായി. ഇവരെല്ലാം കൂടി ചാടിയിട്ട് കുലുങ്ങിയപ്പോൾ മോൻ നൈസായിട്ട് ഇറങ്ങിപ്പോന്നു. നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം കാറും ബൈക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇടാനുള്ള ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇത് ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിയതാണ്. വടയും ചട്നിയാണ്. ഇതിന്റെ ടേസ്റ്റ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് നോക്കിയിട്ട് ഇതിന്റെ റിവ്യൂ പറയുന്നുണ്ട് കേട്ടോ. വീട്ടിലെത്തണ്ടാവില്ല, അതിന് മുന്നേ തന്നെ പറയും. അപ്പൊ എന്താ ടേസ്റ്റ് ഞങ്ങൾ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയാം. കഴിച്ചിട്ടില്ല. അവിടെ നിന്ന് 2 ഐസ്ക്രീമാണ് വാങ്ങി കഴിച്ചത്. ഐസ്ക്രീം 20 റുപ്പീസാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. മാംഗോ ഐസ്ക്രീം നല്ല ഫ്ലേവറാണ്. നല്ല മാംഗോ ഷേക്കിന്റെ ഒരു ഫ്ലേവർ ആയിട്ടാണ് തോന്നിയത്. നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പിയാ. ഒരു റൈഡും വിടാതെ മാറി കയറി കളിക്കുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ, കുട്ടികളെയും കൊണ്ട് വന്നു കഴിഞ്ഞാലേ എല്ലാവരും ഹാപ്പിയാവും. കാരണം അവർക്ക് വേണ്ട എല്ലാതും, ഒരുവിധം ചെറിയ ചെറിയ റൈഡുകളും പിന്നെ സ്ലൈഡും ഒക്കെ ഉണ്ട് ഇവിടെ. അതിനെക്കൊണ്ട് എന്ത് വേണമെങ്കിലും വന്നു കഴിഞ്ഞാൽ നല്ലൊരു ആംബിയർ ആണ് ഇവിടെ. രണ്ടാളും ജമ്പറിൽ കയറിയിട്ടുണ്ട്. ന്യൂട്ടനെ നേരെ നിൽക്കാനാവുന്നില്ല. ഓനവിടെ കിടന്ന് തുള്ളാണ്. ന്യൂട്ടൻ അവിടെ നിൽക്കുമ്പോഴേക്ക് വീട് പോവുക. ചാട്. നിളക്ക് കുറച്ച് ചാടി കളിച്ചപ്പോ വിശന്നു. അപ്പൊ വട കഴിക്കണോ? എങ്ങനെയുണ്ട് വട? ടേസ്റ്റ് ഉണ്ടോ? കഴിച്ചോ. എങ്ങനെയുണ്ട് നോക്ക്. കുഴപ്പമില്ലാന്നേ ഉള്ളൂ. വടയും ചട്നിയും ഒരു ആവറേജ്. ചട്നി വലിയ രസമല്ല. വട വലിയ കുഴപ്പമില്ല. ചട്നി വലിയൊരു ടേസ്റ്റ് ആയിട്ട്. കാരണം ഇതിന് നല്ല ചട്നി നമ്മളെ ഓമശ്ശേരി കിട്ടും. അതുകൊണ്ടാണ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഭയങ്കര സ്പീഡിലൊക്കെ ആയിരുന്നേ. ഭയങ്കര ഇൻട്രസ്റ്റഡാ. ഒരു കമ്പനിക്ക് ഒരാളും ഉണ്ട്. ന്യൂട്ടൻ കുതിരപ്പുറത്ത് കയറിയിട്ട് കുതിരനെ ഓടിക്കാൻ അറിയില്ല. അത് ഇതാ കുലുക്കുന്നതിന് പകരം ഓൻ എന്തൊക്കെയോ ചെയ്തു നോക്കുക. ഞങ്ങളിപ്പോഴാ ശ്രദ്ധിക്കുന്നത്. ഇവിടെയൊക്കെ ക്രിസ്മസ് വൈബാണ്. നിറയെ സ്റ്റാറുകൾ തൂക്കിയിട്ടുണ്ട്. അപ്പുറത്ത് സ്റ്റാറിന്റെ ലൈറ്റ് ഉണ്ട്. നീളേണ്ട കമർത്ത് വെച്ചിരിക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ട് ഇത്? 10 മണി കഴിഞ്ഞ്. അപ്പൊ ഇവിടുന്ന് വണ്ടി എടുക്കാന്
നല്ല തണുപ്പുണ്ട് കേട്ടോ പുറത്ത്. കുഞ്ഞമ്മക്ക് തണുക്കുണ്ട്. അരീക്കോടുന്ന് തിരിച്ചു. മീൻകച്ചവടം ഇത്രേ ഉള്ളൂ, വേറെ ഇല്ല. നീവിട്ട കിടന്ന പൂര കച്ചറയാണ്. അവന് ക്രിസ്മസ് തൊപ്പി വേണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അത് അവിടെ റോഡ് സൈഡിൽ ഇങ്ങനെ വെച്ച് വെക്കുന്നുണ്ട്. നോക്കട്ടെ എന്താണ്. തൊപ്പി പോരെ, തൊപ്പി നോക്കാം കേട്ടോ നമുക്ക്. തൽക്കാലം രണ്ടാക്കും ഓരോ ക്രിസ്മസ് തൊപ്പി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. 40 രൂപ പറഞ്ഞു. ഇതിനൊക്കെ ആണെങ്കിൽ 120 ആണെന്ന് വില. ഇവിടെ തന്നെ കേട്ടോ താമസിക്കുന്നത്. കുട്ടികളെയും വെച്ച് ഈ തണുപ്പത്ത് ഇവിടെ തന്നെ കിടന്നുറങ്ങുക എല്ലാവരും. അപ്പൊ നമ്മൾ മുക്കം എത്താനായിട്ടുണ്ട്. അരിക്കോട് വിട്ട് മുക്കം എത്തി. ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു പാർക്ക് പോലെയൊക്കെ ഉണ്ട്. എൻ്റെ മുക്കം എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർക്ക് അവിടെ ഒന്നിരിക്കലൊക്കെ ഉണ്ട് തോന്നുന്നു. ഇപ്പൊ അടച്ചിട്ടുണ്ടോന്ന് അറിയില്ല. അടച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് അവിടെ നിന്ന് കയറിയിട്ട് പോകാം. നീട്ട തൊപ്പി എടുത്തില്ല, നീള തൊപ്പിയൊക്കെ വെച്ച് നടക്കുന്നുണ്ട്. അത്യാവശ്യം ചെറിയ തണുപ്പുണ്ട്. ഒരു 23 ഡിഗ്രിയാണ്. ഇതാണ് മുക്കം മിനി പാർക്ക്. സത്യത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. കുഴപ്പമില്ല, നല്ലൊരു ആംബിയൻസ് ആണെന്ന് തോന്നുന്നു. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അത്യാളെ തണുത്ത് ആവിട്ട് നടക്കുക. 23 ഡിഗ്രി ഒക്കെ ഉള്ളു, പക്ഷെ തണുപ്പ് എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഇവിടെ തണുക്കുണ്ടോ? എല്ലാരും ആവിടാൻ തുടങ്ങിയല്ലോ. 10:30 കഴിഞ്ഞിട്ടുണ്ട്. 10:30 അല്ല, 10:45 കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എൻ്റെ മുക്കം ഒരു ഫോട്ടോ പോയിന്റ് ഉണ്ട്. പിന്നെ ഇതാ നമ്മളെ എരവഴിഞ്ഞിപ്പുഴ. രാവിലെ വരണം, രാവിലെ വന്നാലാണ് ഇപ്പൊ പുഴയൊന്നും കാണുന്നില്ല, ഇരുട്ട് മാത്രമേ കാണുള്ളൂ. അതിലെങ്ങനെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പുഴയാണ്. പക്ഷേ ഇപ്പം രാത്രി ഇരുട്ടായതുകൊണ്ട് പുഴയൊന്നും കാണൂല. അപ്പുറത്ത് പുഴയാണ്. കുഴപ്പമില്ല, നല്ല ആംബിയൻസ് ആണ്. രാത്രി വന്നിരിക്കുമ്പോൾ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ച് പേര് വന്നിട്ട് എന്തോ സെലിബ്രേറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്. കുറച്ച് ഡ്രിങ്ക്സ് മീൻസ് സോഫ്റ്റ് ഡ്രിങ്ക്സ്, കോളയൊക്കെ വാങ്ങിയിട്ട് കേക്കൊക്കെ വാങ്ങിയിട്ട് കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്, കോളയൊക്കെ കുടിക്കുന്നുണ്ട്. നിലയ്ക്ക് തണുക്കുന്നുണ്ട്. ഏയ് തണുപ്പൊന്നുമില്ല. നീ ഇവിടെ തണുക്കുണ്ടോ? ആ, അമ്മയ്ക്കും ചേച്ചിക്കാണ് തണുപ്പ്. പോവല്ലേ? ഇനി എല്ലാവർക്കും തണുക്കുന്നുണ്ട്, ഉറക്കം വരുന്നുണ്ട്. പിന്നെന്താ ചെയ്യാ, പിന്നെ വരാം. ഇനി ഇവിടെ നിന്ന് കാണാനൊന്നും ഇല്ലല്ലോ, ജസ്റ്റ് ഇവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യാനല്ലേ ഉള്ളൂ. ഇവിടെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ബാറുണ്ട് കേട്ടോ, മലയോരം. ഇവനെടുക്കുന്ന എന്തിനാ? നമ്മളെ വണ്ടി ഇതാ അവിടെ കിടപ്പുണ്ട്. മുക്കത്തുനിന്ന് അഗസ്ത്യമൊഴി പോലീസ് സ്റ്റേഷൻ അടുത്തെത്തി. അവിടെയൊക്കെ ക്രിസ്ത്യൻ പള്ളി, ക്രിസ്മസ് ആയതുകൊണ്ടുള്ള ഡെക്കറേഷനൊക്കെ ആണ്. ഞങ്ങളിതാ ഇവിടെ ഒരു വെജ് ഹോട്ടലുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താന്ന് തോന്നുന്നുണ്ട്. വൃന്ദാവൻ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ക്ലോസ് ചെയ്ത് പോയോ നോക്കട്ടെ. അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് അവിടെ. ഒരു വെജ് ഫ്രൈഡ് റൈസിനൊക്കെ 110 രൂപ. ക്ലോസ് ചെയ്തു അല്ലേ? ഈ റൈറ്റ് സൈഡിൽ വൃന്ദാവൻ. ഞങ്ങൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ടായിരുന്നു പോയത്. എല്ലാത്തിനും അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസേ ഉള്ളൂ. എന്തായാലും നമ്മൾ മഷ്റൂം മസാല വാങ്ങിച്ച് 90 രൂപ. അതേപോലെ വെജ് ഫ്രൈഡ് റൈസിന് 110 രൂപ. വെജ് നൂഡിൽസിന് 110 രൂപ. പൊറോട്ടയ്ക്ക് പിന്നെ ആസ് യൂഷ്വൽ 12 രൂപ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിച്ചിട്ട് എത്ര 350.
അങ്ങനെ സമയം 11:20 ഞാൻ വീട്ടിലെത്തി. ഇവിടെ നല്ല ഉറക്കം വരുന്നുണ്ട് തോന്നുന്നുണ്ട്. അതിൻ്റെ കാലൊക്കെ കഴുകി മേലേക്ക് വീട്ടിലേക്ക് കയറി. നീളത് അവിടെ വെള്ളം കൊണ്ട് ചിത്രം വരച്ച് കളിക്കുന്നു. അപ്പോൾ ശരി, ഇതിൽ കണ്ടൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, വെറുതെ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ബൈ.